പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. 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 അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ സമയം ഈ ശുശ്രൂഷ കൂടുന്നവരെയും ഇത് യൂട്യൂബിലൂടെ വീണ്ടും കാണുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായിട്ട് അഭിഷേകാഗ്നി മുടങ്ങാതെ കണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവജനമുണ്ട്. അവരെല്ലാം ഓർക്കുകയാണ്. ഒപ്പം ഞങ്ങൾ പ്രിയപ്പെട്ട സേവകൻ വട്ടായച്ചനെ ഓർക്കുന്നു. അച്ഛനോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന ബിനോയ് അച്ഛൻ, സോജി അച്ഛൻ, ഇവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വട്ടായച്ചൻ ഈ ശുശ്രൂഷയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛൻ പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും അച്ഛൻ്റെ പ്രാർത്ഥനകൾ ഉണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ അഭിഷേകാഗ്നി കൂടി പ്രാർത്ഥിച്ചപ്പോഴും സെഗിയോൻ ശുശ്രൂഷ അല്ലെങ്കിൽ അഭിഷേകാഗ്നി ശുശ്രൂഷ കൂടി പ്രാർത്ഥിച്ചപ്പോഴൊക്കെ കിട്ടിയ അനുഗ്രഹങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോൾ നമുക്ക് അതിലൊരു സാക്ഷ്യം കേട്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഈ സാക്ഷ്യം കേൾക്കാം. അതിനുശേഷം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണം. എൻ്റെ പേര് സിസ്സി ജോഷി. ഞാൻ കണ്ണൂർ ജില്ലയിലെ കരുവഞ്ചാൽ നെടുവയിൽ നിന്ന് വരുന്നു. 2008 മുതൽ 15 വരെ എനിക്ക് സൂര്യപ്രകാശത്തിൻ്റെ അലർജി ആയിരുന്നു. ഞാൻ 15 ഇവിടെ വന്ന് ഒരാഴ്ചത്തെ ധ്യാനം കൂടി. 2008 തൊട്ട് 2015 സൂര്യപ്രകാശത്തിന്റെ അലർജി. സൂര്യൻ ഉദിച്ചാൽ എനിക്ക് പുറത്തിറങ്ങത്തില്ല. മുഖം കയ്യും ചൊറിഞ്ഞു തടിക്കും. കയ്യും മുഖവും എല്ലാം ചൊറിഞ്ഞു തടിക്കും. അപ്പൊ സൂര്യോദയം സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങാൻ സൂര്യപ്രകാശം തട്ടിയ അപ്പൊ ചൊറിഞ്ഞു തടിക്കും. എന്നിട്ട് 2015 ഞാനിവിടെ വന്ന് ഒരാഴ്ചത്തെ ധ്യാനം കൂടി. 2015 വരെ അത് അനുഭവിച്ചു അല്ലേ? 2015 വരെ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൊ ശരിക്കും പിന്നെ പുറത്തേക്കൊന്നും യാത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഞാനിങ്ങനെ മുഖമെല്ലാം മൂടിയിട്ടാണ് പുറത്തിറങ്ങുന്നത്. ആവശ്യം വന്ന മൊത്തം മൂടിയിട്ട് 2 കണ്ണ് മാത്രം. അങ്ങനെയാണ് പുറത്തുകൂടെ ഒക്കെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 2015 ആയപ്പോഴത്തേനും അടുത്ത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ധ്യാനത്തിന് പോകുന്നു. ഒരാഴ്ച ധ്യാനം കൂടി. സാംസണച്ചൻ എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ 2015 ഫാദർ സാംസണച്ചൻ്റെ ധ്യാനമായിരുന്നു. ആ ധ്യാനത്തിൽ കൂടി.
അന്ന് ആരാധനയുടെ സമയത്ത് അച്ഛൻ എന്നോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു മകളെ സുഖപ്പെടുത്തുന്നതായിട്ട് കാണി, സൂര്യപ്രകാശത്തിൻ്റെ അലർജിയിൽ നിന്ന് സുഖപ്പെടുത്തുന്നെന്നോ പറഞ്ഞു. അത് കഴിഞ്ഞു ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു അസുഖം ഉണ്ടായിട്ടില്ല. ആ സെക്കൻഡിൽ കർത്താവ് ശരീരത്തിൽ നിന്നത് മാറ്റി. ആരാധനയുടെ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന സമയത്തൊരു മെസ്സേജ് വന്നു, സൺ അലർജിയുള്ള ഒരാളെ കർത്താവ് അത്ഭുതകരമായി സുഖപ്പെടുത്തുന്നു പറഞ്ഞു. ആ സെക്കൻഡിൽ ശരീരത്തിൽ വ്യത്യാസം വന്നു. പിന്നീട് പുറത്തു കൂടെ നടക്കാം, സൂര്യപ്രകാശം കൊള്ളാം, ഏത് വെയിലും കൊള്ളാം, നട്ടുച്ച വെയിൽ കൊണ്ടാലും ശരി, നോർമൽ സാധാരണക്കാരെ പോലെ. 2017 മുതൽ എനിക്ക് 2 കാലിന് ഉപ്പൂറ്റിക്ക് വേദനയായിരുന്നു. അതും ഇതുപോലെ ഞാൻ കൽക്കുരിശ് മലയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിച്ചു പോയി. രണ്ടാമത് വന്നപ്പോൾ അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു സാക്ഷ്യം പറയാൻ വന്നേക്കാൻ. അന്ന് അതോടുകൂടി അതും മാറി. ഇപ്പം 3 വർഷമായി അതും ഇല്ല. കാലിന് ഉപ്പൂറ്റിയുടെ വേദന ഇല്ല. അതും അഭിഷേകത്തിന് മലയിൽ വെച്ച് ഈശോ സുഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം എനിക്ക് ഒരു പ്രാണി കടിച്ചിട്ട് ഞാൻ വെന്റിലേറ്റർ വരെയായി. 7 ദിവസം കടിക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും നിസ്സാരം, ചെറിയൊരു പ്രാണി മതി, വെന്റിലേറ്ററിൽ പോയി കിടക്കും. അതേപോലെ ഗുരുതരമായ 22 ദിവസം കഴിഞ്ഞാണ് സംഭവം അറിഞ്ഞത്. അന്ന് ശ്വാസോച്ഛ്വാസത്തിന് ഓക്സിജൻ ഇല്ലാണ്ടായിപ്പോയി. അങ്ങനെ വെന്റിലേറ്ററായി. 7 ദിവസം വെന്റിലേറ്ററിൽ കിടക്കണമെന്ന് പറഞ്ഞു. 3-ാം ദിവസം തന്നെ ഞാൻ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി. എൻ്റെ അനിയത്തിയും മോളും കൽക്കുരിശിൻ്റെ അവിടെ കൊണ്ടുവന്നാളാന്ന് പ്രാർത്ഥിച്ചു. വെന്റിലേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റുമെങ്കിൽ കൽക്കുരിശ് മല കയറ്റിയേക്കാന്ന് നേർച്ച നേർന്നു. ഞാൻ 3-ാം ദിവസം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് ഇറങ്ങി. പുറത്തിറങ്ങി. വീൽ ചെയറിൽ മാത്രമല്ല 2 കാലം. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് യാതൊരു കുഴപ്പമില്ല. ഈശോ സുഖപ്പെടുത്തി അനുഗ്രഹിച്ചു. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല തന്റെ ആത്മാവിനാലാണ്. സൈന്യബലത്താലല്ല കരബലത്താലുമല്ല തന്റെ ആത്മാവിനാലാണ്, തന്റെ ആത്മാവിനാലാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് എല്ലാവർക്കും നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേൽക്കാം. എന്നിട്ട് ഗാന ശുശ്രൂഷനോട് ചേർന്ന് ഗാനം പാടി കൈകളൊക്കെ അടിച്ച് എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കണം. സ്തുതി ആരാധന കർത്താവിന് സ്വീകാര്യമാണ്. ദൈവത്തെ സ്തുതിച്ച് നമുക്ക് അല്പസമയം ആരാധിക്കാം, പ്രാർത്ഥിക്കാം, വചനം കേൾക്കാൻ നമ്മുടെ ഹൃദയമാകുന്ന വയലിനെ ഒരുക്കാം. എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ ഉയർത്തി പിടിക്കാം. കരങ്ങൾ ഉയർത്തി എല്ലാവരും ഉച്ചത്തിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് വചനം കേൾക്കാൻ തക്ക വിധത്തിൽ ദൈവജനത്തിന് മേൽ കർത്താവിന് കരുണയും കൃപയും നിറയട്ടെ. അത്ഭുതകരമായി ദൈവത്തിന് ശക്തി നിറയട്ടെ. ഒരുമിച്ച് ചേർന്ന് ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ വന്ന് പതിക്കണമേ. പരിശുദ്ധാത്മാവേ തീനാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. പരിശുദ്ധാത്മാവേ തീനാവുകളായി എന്നിൽ വന്ന് പതിക്കണമേ. എന്നിൽ വന്ന് പതിക്കണമേ. എന്നിൽ വന്ന് പതിക്കണമേ. കരങ്ങൾ ഇരു സൈഡിലേക്ക് കരങ്ങളടിച്ച് കാലുകൾക്ക് മാറ്റി ചവിട്ടി പരിശുദ്ധാത്മന്റെ അഭിഷേകം ഇപ്പോൾ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കളിലേക്ക് നിറയട്ടെ. നിങ്ങളായിരിക്കുന്ന ഭവനത്തിൽ നിങ്ങൾ എവിടെയാണോ ഇരുന്നിപ്പോൾ വചനം കേൾക്കുന്നത് അവിടെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം, ദൈവ സാന്നിധ്യം നിറയട്ടെ. അത്ഭുത അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകമേ ഉദ്ധാനത്തിൽ വെളിപ്പെട്ടൊരു അഭിഷേകമേ. ഉദ്ദീപനമേശു അഭിഷേകമേ. ഉദ്ധാനത്തിൽ വെളിപ്പെട്ടൊരു അഭിഷേകമേ. സ്ത്രീഹന്മാരെ ഉണർത്തിയോ അഭിഷേകമേ. ആത്മരക്ഷ നൽകുന്ന അഭിഷേകമേ. സ്ത്രീഹന്മാരെ ഉണർത്തിയോ അഭിഷേകമേ. ആത്മരക്ഷ നൽകുന്ന അഭിഷേകമേ. കാലഘട്ടത്തിൽ ആവശ്യമാ അങ്ങേ ശക്തി നൽകണേ. ചേർന്ന് കരമടിച്ച് ദിനങ്ങൾക്കെതിരാ അങ്ങേ രാജ്യം വരണേ. കരമുയർത്തിയടിച്ച് ആവശ്യമാ അങ്ങേ
അങ്ങേ ശക്തി നൽകണേ. ശക്തിയോടെ തിന്മകൻ ദിനങ്ങൾക്കെതിരാ അങ്ങേ രാജ്യം വരണേ. കരമുയർത്തി പരിശുദ്ധാത്മാവേ നിലാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ നിന്നൊളിയായി എന്നിൽ വന്ന് പതിക്കണമേ. പോരാ പോരാ. പരിശുദ്ധാത്മാവേ നിലാവുകളായി എന്നിൽ കത്തിപ്പടരണമേ. ചേർന്ന് പരിശുദ്ധാത്മാവേ നിന്നൊളിയായി എന്നിൽ വന്ന് പതിക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി, എന്നിൽ വന്ന് പതിക്കണമേ. കരങ്ങൾ വീശി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശരീരത്തിൽ ഉറക്കെ സ്തുതിക്കട്ടെ, വചനം സ്തുതിക്കാം. ശക്തിയോടെ സ്തുതിക്കട്ടെ. പോരാ പോരാ, ശക്തിയോടെ സ്തുതിക്കാം. ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ ദൈവജനത്തിന്റെ മേൽ, രോഗികളുടെ മേൽ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിയോഗത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിറയട്ടെ. ഓരോ കുടുംബങ്ങളിലും കർത്താവിന്റെ അഗ്നി അഭിഷേകം പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. അഭിഷേക അഗ്നി ഇറങ്ങട്ടെ. കരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. രോഗികളും പീഡിതരും ബന്ധിതരും അഭിഷേകം പ്രാപിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് കാലഘട്ടത്തിന് ആവശ്യമാ അങ്ങേ ശക്തി നൽകണേ. പ്രാർത്ഥിക്കുന്നു. തിന്മകൻ ദിനങ്ങൾക്കെതിരാ അങ്ങേ രാജ്യം വരണേ. പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്പർശിക്കട്ടെ. ഓരോ കുടുംബങ്ങളിലും ആത്മാവിൻ്റെ ഒരു ജ്വലനമുണ്ടാകട്ടെ. നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും സാധിക്കുമാറ് ആത്മാവിൻ്റെ ഇടപെടൽ ഓരോരുത്തരും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം ശ്രവിക്കാൻ നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം. ഈശോ ഈ സമയം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശാന്തമായി നമുക്കിരിക്കാം, നമുക്ക് വചനം കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് സാത്താന് അവസരം കൊടുക്കരുത്. പല വിധത്തിൽ സാത്താൻ നമ്മൾ പ്രവർത്തിക്കാം. എങ്ങനെ സാത്താൻ നമ്മൾ പ്രവർത്തിക്കും? നമ്മുടെ പ്രവർത്തികൾ തന്നെ ആയിരിക്കും സാത്താൻ പ്രവർത്തിക്കാൻ കാരണമാകുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ ഒരു സംഭവം അച്ഛൻ വായിക്കാനിടയായി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവം തന്നെയാണ്. അവിടെ ആബേലിനെയും കായേലിനെയുമാണ് അച്ഛൻ കണ്ടെത്തിയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടുപേരും ഒരമ്മയുടെ ഉദരത്തിൽ പിറന്ന കൂടപ്പിറപ്പുകളാണ്. എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠനും അനിയനും. ഇവരൊരുമിച്ച് കളിച്ച് വളർന്നു. വലുതായപ്പോൾ ഒരാൾ കൃഷിക്കാരനായി, മറ്റൊരു നാട്ടിടയനായി. അവർ രണ്ടുപേരും ബലിയർപ്പിക്കാൻ പോയി. ഒരുവൻ ബലിയർപ്പിച്ചപ്പോൾ അവരേറ്റവും പ്രിയപ്പെട്ട ആ മൃഗത്തിൽ അല്ലെങ്കിൽ ആടുകളിൽ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ച് അതിനെ കർത്താവിന് ബലിയായി സമർപ്പിച്ചു. ആ ബലിയിൽ ദൈവം സംപ്രീതനായി. എന്നാൽ മറ്റൊരു കായനാകട്ടെ, അവൻ ആ കൃഷിയിൽ നിന്ന് കിട്ടിയ കുറേ പച്ചക്കറികളും മറ്റു കാര്യങ്ങളെല്ലാം എടുത്ത് അവൻ കർത്താവിന് ബലിയർപ്പിച്ചു. പക്ഷേ ദൈവം അവൻ്റെ ബലി സ്വീകരിച്ചില്ല. അവനതിന് ഭയങ്കര ഇറിറ്റേഷനായി. അവൻ ഉള്ളിൽ ഇങ്ങനെ അസൂയയും കോപവും അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥ അവൻ്റെ ഉള്ളിൽ ജ്വലിച്ചു. സാത്താൻ അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ പ്രലോഭിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം ഈ സാത്താൻ്റെ പ്രലോഭനത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 6-ാമത്തെ ലിഖിതം, ജനേസിസ് ചാപ്റ്റർ 4:6, അതിലിങ്ങനെ കർത്താവ് പറയാണ്, കർത്താവ് കായനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അപ്പം വേണേ തിരിച്ചറിയാമായിരുന്നു. ദൈവം ചോദിച്ചിട്ടൊന്നും ഉത്തരം കൊടുത്തില്ല. പക്ഷേ കർത്താവിന് മനസ്സിലായി അവൻ്റെ ഉള്ള്
ഒരു അഗ്നി തടാകം പോലെ ജ്വലിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് അവനോട് വീണ്ടും പറഞ്ഞു, ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ തിരുലിഖിതം, ജനസിസ് ചാപ്റ്റർ 4:7. വചനം എങ്ങനെയാണ്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകിയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴ്പ്പെടുത്തണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വാതിക്കൽ എന്താണ് പതിയിരിക്കുന്നത്? ഈ പാപം എന്ന് പറയുന്ന സംഭവമാണ് സാത്താൻ. അവൻ പതിയിരിക്കുകയാണ്. എങ്ങനെ? സിംഹം ഇരയെ കടിച്ചു കീറി കൊല്ലുന്നത് പോലെ മനുഷ്യ മക്കളെ നശിപ്പിച്ച് സാത്താൻ്റെ ലോകത്തേക്ക് കൊണ്ടുപോകാൻ, അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നശിപ്പിക്കാൻ പതിയിരിക്കുന്ന സാത്താൻ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, ഉചിതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ നിന്നെ പിശാച് കീഴ്പ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു വചനം, ഈ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സാത്താന് ഇതുപോലെ പ്രവർത്തിക്കാം. അതുകൊണ്ടാണ് പൗലോസ്ലീഹ എഫേസുസരോട് ഇങ്ങനെ പറഞ്ഞത്. എഫേസുസ് 4-ാം അധ്യായം 26-27 തിരുലിഖിതങ്ങൾ, കോപിക്കാം എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കോപിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവരോട് എന്തെങ്കിലും ഇറിറ്റേഷനോട് പെരുമാറുമ്പോൾ, അവരോട് പ്രതികാര ചിന്തയോടുകൂടെ പെരുമാറുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ശക്തി പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, പിശാചാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കോപിക്കും. അത് ഒരു മനുഷ്യൻ്റെ സ്വഭാവമാണ്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവൻ്റെ വികാരങ്ങൾ, വിചാരങ്ങൾ ചിലപ്പോഴൊക്കെ അവൻ്റെ കൈവിട്ടു പോകും. പക്ഷേ ആ കോപം കഴിയുമ്പോൾ എളിമപ്പെട്ട് അവൻ താഴത്തെ ലെവലിലേക്ക് എത്തി അവരോടുമായിട്ട് രമ്യതയിലെത്തണം. ഇല്ലെങ്കിൽ ആ രാത്രിയിൽ സാത്താൻ നിന്നെ കീഴ്പ്പെടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് ജീവിത സാഹചര്യങ്ങളാണെങ്കിലും, ഏത് ജീവിത അന്തസ്സിലാണെങ്കിലും നാം ജീവിക്കുന്നത്, ഏത് ജീവിതാന്തസ്സിൽ ജീവിച്ചാലും ആ ജീവിതാന്തസ്സിന് ഉചിതമായ രീതിയിൽ നാം ജീവിക്കണം. കുടുംബജീവിതത്തിൽ നമുക്ക് സമാധാനം കണ്ടെത്തണമെങ്കിൽ അവിടെ സ്നേഹവും ഐക്യവും ഒരുമയും എളിമയും വേണം. കലഹവും ഭിന്നതയും അസൂയയും വഞ്ചനയും ഇങ്ങനെ നിറഞ്ഞു നിന്നാൽ അവിടെ ആ ഭവനത്തിൽ വസിക്കുന്ന ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവല്ല, പിശാചാണ്. നമ്മൾ തന്നെ ഇപ്പം ഈ വചനം കേൾക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവരുണ്ടാകും. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കോപം, ആ വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പല സാഹചര്യങ്ങളിൽ നമ്മൾ അതിനെ അതിജീവിക്കാൻ പറ്റാതെ ക്ലേശിക്കുന്നവരുണ്ട്. ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കണം. പല സാഹചര്യത്തിൽ അതിനെ അതിജീവിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എൻ്റെ ഈ സ്വഭാവ വൈകൃതത്തെ ഞാൻ ഇന്ന് എടുത്തു മാറ്റാൻ ആഗ്രഹിക്കുന്നു. സാത്താൻ എന്നിൽ നിന്ന് വിട്ടുപോകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് ഇത് നമ്മളിൽ നിന്ന് മാറിയില്ലെങ്കിലോ കായേന് പറ്റിയതുപോലെ നമുക്ക് പറ്റും. കായൻ ഈ ഉള്ളിൽ ഈ പ്രതികാര ചിന്തയും കോപവും അസൂയയും അവൻ ഇങ്ങനെ നിറഞ്ഞു നിന്നിട്ട് അവൻ്റെ പുറമേ ഒന്നും കാണുമ്പോൾ ഒരു പ്രശ്നമില്ല. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വീണ്ടും അധ്വാനിക്കാൻ വയലിലേക്ക് പോയി. ഉള്ളിൽ കിടക്കുകയാണ്, എൻ്റെ ബലി സ്വീകരിച്ചില്ല, ഇവൻ ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്. അങ്ങനെ കായൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രതികാര ചിന്ത, കോപത്തിൻ്റെ ആ ഒരു തിളക്കൽ, വെള്ളം തിളയ്ക്കുന്നത് പോലെ അവൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുകയാണ്. ഏതോ ഒരു കാര്യം ആബേൽ അവനോട് പറഞ്ഞു. അപ്പോൾ തന്നെ അവൻ്റെ കോപം പൊട്ടിപ്പുറപ്പെട്ടു. അവൻ അവിടെ കിടന്ന ഏതോ ഒരു വലിയൊരു വിറകമ്പെടുത്ത് ആബേലിൻ്റെ തലക്കിട്ടടിച്ചു കൊന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം, ഒരു ദിവസം കായ എന്ന സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലിരിക്കെ കായൽ ആബേലിനോട് കയർത്തു. അവനെ കൊന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്വന്തം സഹോദരനെ, സ്വന്തം രക്തം, അതുപോലെ അവന് ആ ഒരു സ്വന്തം രക്തമാണെന്ന ബോധ്യം പോലും കിട്ടാതെ അവൻ അടിച്ചു കൊന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു കോപം, ക്ഷിപ്രകോപം നമ്മളെ പല വിധത്തിൽ തകർത്ത് കളയും. യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 20-ാമത്തെ ലിഖിതം, സെന്റ് ജെയിംസ് ചാപ്റ്റർ 1:20, മനുഷ്യൻ്റെ കോപം ദൈവനീതിയുടെ പ്രവർത്തനത്തിന് പ്രേരണ നൽകുന്നില്ല. ദൈവത്തിന് നീതി നമ്മൾ പ്രവർത്തിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് കോപം. അത് സാത്താൻ്റെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, ആ കോപം എന്ന വികാരം നിയന്ത്രിക്കാൻ മുട്ടുകുത്തി കർത്താവിൻ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 20-ാമത്തെ ലിഖിതം, പ്രോവെർബ്സ് ചാപ്റ്റർ 2:20, അതിനാൽ
നീ സജ്ജനങ്ങളുടെ വഴിയിൽ സഞ്ചരിക്കുക, നീതിമാന്മാരുടെ മാർഗത്തിൽ നിന്ന് നീ വ്യതിചലിക്കരുത്. സജ്ജനങ്ങളുടെ മാർഗത്തിൽ സഞ്ചരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഉള്ള് ചേഞ്ച് ആകണം. കോപവും ഭിന്നതയും അസൂയയും ഇതൊക്കെ നമ്മൾ ഉള്ളിൽ നിറഞ്ഞു നിന്നാൽ നമുക്ക് നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയൊക്കെ നമ്മുടെ വരുതി കൊണ്ടുവരാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 19-ാമത്തെ ലിഖിതം, കഠിനമായി കോപിക്കുന്നവൻ പിഴയൊടിക്കേണ്ടി വരും, കോപശീലനെ രക്ഷിക്കാൻ നോക്കിയാൽ അത് ആവർത്തിക്കേണ്ടി വരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും എത്രമാത്രം നമ്മൾ ഈ സ്വഭാവ വൈകൃതമുണ്ട്. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ പൊട്ടിത്തെറിക്കുന്നവർ എത്ര പേരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മളെ പല വിധത്തിൽ പല ബന്ധങ്ങൾ തകരും, കുടുംബ ബന്ധങ്ങൾ തകരും, ഭാര്യ ഭർത്ത ബന്ധങ്ങൾ തകരും. കമ്മ്യൂണിറ്റിയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഈ ഒരു കോപമെന്ന് പറയുന്ന ഒരു വികാരം അതത്ര നല്ലതല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് നമ്മൾ നിയന്ത്രിക്കണം. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഒരു വിശുദ്ധനെ പരിചയപ്പെട്ടു. ആ വിശുദ്ധൻ്റെ പേരാണ് സെൻറ്റ് ബെർണാഡ് ഓഫ് കോർലിയോൺ. സെൻറ്റ് ബെർണാഡ് ഓഫ് കോർലിയോൺ 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. 1605 സിസിലി എന്ന സ്ഥലത്ത് ഈ ബെർണാഡ് ജനിച്ചു. അപ്പനൊരു ഷൂ മേക്കർ ആയിരുന്നു. അപ്പൻ്റെ ഈ ഷൂ ഫാക്ടറിയിൽ ഇവൻ പണിതുകൊണ്ടിരുന്നു. പക്ഷെ ഇവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പണിക്ക് താല്പര്യമില്ല, അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ അപ്പൻ മരിക്കുന്നോടം വരെയും അപ്പനൊപ്പം നിന്ന് ജോലി ചെയ്തു. ഇവൻ്റെ ആഗ്രഹം വാളെടുക്കുക, വെട്ടുക, ഇങ്ങനെ അഡ്വഞ്ചറായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്യുക, അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് അവൻ്റെ ഉള്ളിൽ ആഗ്രഹം. അങ്ങനെ അപ്പൻ്റെ മരണത്തോടു കൂടെ അവൻ ആ ഷൂ ഷോപ്പിൽ നിന്നിറങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു, അവൻ പിന്നെ ഭയങ്കരമായിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെട്ടുക, കുത്തുക, യുദ്ധം ചെയ്യുക, അങ്ങനൊരു കൊണ്ടേപ്പല നടക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം അവൻ എന്തോ അവൻ്റെ ഒരു സ്ഥലത്തായിരിക്കും, ഏതൊരു സ്ഥലത്തായിരിക്കുമ്പോൾ ആരോ അവനോട് കയർത്തു. ആ കയർത്ത് സംസാരിച്ച നിമിഷം ബെർണാഡ് എന്ത് ചെയ്തു, അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വാളെടുത്ത് ആ കയർത്തവൻ്റെ കൈ വെട്ടി എടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ഇവൻ ഭയങ്കര ഒരു ക്രിമിനലായി മാറി. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അവനിൽ ഒരു ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു, അവൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിഹാരം, പ്രായശ്ചിത്തം, ഈ തൻ്റെ ഈ സ്വഭാവത്തെ നിന്ന് മാറ്റണമെന്ന് അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ച് അവൻ കപ്പുച്ചൻ സഭയിൽ ചേർന്നു. അവൻ കപ്പുച്ചൻ സഭയിൽ ചേർന്ന് അവിടെ പഠിച്ച് യൂണിവേഴ്സിറ്റി ചെയ്ത് പിന്നെ എന്ത് ചെയ്തു, ആ സഭയിലെ അടുക്കളയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ജോലി ചെയ്ത് വളരെ എളിമപ്പെട്ട് തൻ്റെ ഈ സ്വഭാവ വൈകൃതം മാറണമെന്ന് പ്രാർത്ഥിച്ച് അവൻ മുമ്പോട്ട് പോയി. പരിഹാരം, പ്രായശ്ചിത്തം ഇതെല്ലാം ചെയ്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അടിമുടി മാറി. അങ്ങനെ അവൻ കർത്താവിന് മാത്രം കുരിശ് രൂപത്തെ കെട്ടിപ്പിടിച്ച് രാത്രികളിൽ കണ്ണുനീരോടെ തൻ്റെ ആ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. ക്രൂശിതനായിരുന്നു അവൻ്റെ കൂട്ടുകാരൻ. അങ്ങനെ ക്രൂശിതൻ്റെ വഴിയെ നടന്ന് എല്ലാവർക്കും നന്മ ചെയ്ത്, ആരെങ്കിലും കോപിച്ചാൽ അവരുടെയൊക്കെ എല്ലാം മാപ്പ് പറഞ്ഞ് അവരോട് ക്ഷമ പറഞ്ഞും അങ്ങനെ ജീവിച്ച ബെർണാഡ് അവസാനം മരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടു, അവരെ വിശുദ്ധനാക്കി മാറ്റി. സെൻറ്റ് ബെർണാഡ് ഓഫ് കോർലിയോൺ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ദൈവജനം ആ വിശുദ്ധൻ്റെ കബറിടത്തിലേക്ക് പോയി പ്രാർത്ഥിക്കുന്ന ഒരു സമയം. പ്രാർത്ഥിക്കാൻ വിശുദ്ധനോട് മാധ്യസ്ഥ യാചിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, ഇങ്ങനെയുള്ള വികാരങ്ങളുണ്ടാകുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ട കൃപ നമുക്ക് ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. എന്നാൽ നീ നിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എളിമയും വിനയവും ഇതെല്ലാം കർത്താവ് നൽകും. കാരണം ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 21 22 ലിഖിതങ്ങൾ, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും എന്ന് പൂർവ്വികരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്ക് ഇരയായിത്തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നല്ലൊരു എളിമയും വിനയവും നൽകി നമ്മൾ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഇതിനുള്ളൊരു കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നിങ്ങൾ അനുഗ്രഹിക്കും. നമുക്ക് തുടർന്ന് ആരാധനയിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം. ഈശോ ഈ ആരാധന നിങ്ങളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഈ രാത്രിയിൽ കർത്താവ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കാൻ ഇതാ ഇപ്പോൾ നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും സമർപ്പിക്കാം. നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ കോപമോ വികാരങ്ങളോ നമ്മളെ കീഴ്പ്പെടുത്തുന്നുണ്ടെങ്കിൽ ഈശോയോട് പറയാം. ഈ രാത്രി ഞാൻ ഈ ഒരു ദുർസ്വഭാവം കൊണ്ട് ഒത്തിരിയേറെ വലയുന്നുണ്ട് എൻ്റെ ഈശോയെ. എൻ്റെ കുടുംബത്തിലോ എൻ്റെ മക്കളുടെ അടുത്ത് ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ ഈ വേദന അനുഭവിക്കും. പലപ്പോഴും എനിക്കറിയാം ഇത് പാടില്ല, എങ്കിലും എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ്. കർത്താവെ, ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കും. ഒപ്പം ഈ സ്വഭാവ വൈകൃതങ്ങൾ മാറ്റുന്ന ഞാൻ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എൻ്റെ കടബാധ്യതകൾ, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ രോഗങ്ങൾ, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന സകല വേദനകളും സമർപ്പിക്കുകയാണ് ഈശോയെ. എൻ്റെ ആവശ്യങ്ങളെല്ലാം അങ്ങ് അറിയുന്നല്ലോ. എൻ്റെ സ്വഭാവ വൈകൃതത്തെ അവിടുന്ന് പരിഗണിക്കരുതേ കർത്താവേ. എന്നെ അനുഗ്രഹിക്കണം. ഞങ്ങളിതാ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഇപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. കർത്താവേ, ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കാം, ഞാൻ അനുഗ്രഹിക്കണം. 2 കരങ്ങളും ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് അടിയനിതാ പ്രാർത്ഥിക്കുന്നു. നാദാ, സ്വരം ഉയർത്തി വിളിച്ച് അടിയനിതാ നാദാ, ഉച്ചത്തിൽ വിളിക്കുക. അടിയനിതാ നാദാ, ഹൃദയം നുറുങ്ങി വിളിക്കുക.